അപ്പം ബിനാൻസിൻ്റെ പുതിയ മെഗാ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിനാൻസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് വാലറ്റ് എടുക്കുക. നമ്മുടെ കയ്യിലൊരു $0.01228 BNB, അതായത് ഏകദേശം ഒരു $9, $8, $9 പുറത്തായിട്ടുള്ള BNB നമ്മളെ ഇതിലുണ്ടായിരിക്കണം. ബിനാൻസിൻ്റെ എക്സ്ചേഞ്ചിലോ അല്ലെങ്കിൽ Web3 വാലറ്റിലോ. ഇതിപ്പോൾ ഉള്ളത് ബിനാൻസിൻ്റെ എക്സ്ചേഞ്ചിലാണ്. അപ്പം അതിന് ഇവിടുന്ന് Web3 ഓപ്പൺ ആക്കുക. Web3 ഓപ്പൺ ആക്കിയ ശേഷം ഇവിടെയുള്ള BNB സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് റിസീവ് കൊടുക്കുക. റിസീവ് അല്ല, ഇവിടെ ട്രാൻസ്ഫർ ഉണ്ടാവും, ട്രാൻസ്ഫർ കൊടുക്കുക. ഇപ്പം ബിനാൻസിൻ്റെ സ്പോട്ട് മുകളിലുണ്ടാവും, അടിയിൽ വാലറ്റും ഉണ്ടാവും. ബിനാൻസിൻ്റെ സ്പോട്ടിൽ നിന്ന് നമ്മളെ Web3 വാലറ്റിലേക്ക് BNB സെൻഡ് ചെയ്യാണ്. BNB ടോക്കണ്, Web20 അഡ്രസ്സ്. നമ്മൾ എങ്ങനെ ആയാലും ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് Web3 തിരിച്ച് അങ്ങോട്ടാണ് സെൻഡ് ചെയ്യുന്നത് വെച്ചാൽ ഇത് നേരെ തിരിച്ചിട്ടാൽ മതി. അതായത് Web3 ബിനാൻസിൻ്റെ സ്പോട്ടിലേക്ക് ഏതാ ടോക്കൺ വെച്ചാൽ എത്താണ് BNB ആണ് BNB, ഏത് ടോക്കൺ വെച്ചാൽ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ബിനാൻസിൻ്റെ സ്പോട്ടിൽ നിന്ന് വാലറ്റിലേക്ക് BNB ആണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. നെറ്റ്വർക്ക് BNB ചെയിൻ സെലക്ട് ചെയ്യാം, ട്രാൻസ്ഫർ കൊടുക്കുക. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കൊക്കെ വരും. മാക്സ് കൊടുക്കുക, വിഡ്രോ അടിക്കുക, കൺഫേം കൊടുക്കുക. ഒരു 2-3 മിനിറ്റിനുള്ളിൽ സാധനം അവിടെ എത്തും. സാധനത്തി ഇവിടെ BNBയിൽ $8.98 എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ഡിസ്കവറിൽ പോവുക, എയർ ഡ്രോപ്പ് എടുക്കുക. ഇതിൽ രണ്ടാമത്തെ മെഗാ ഡ്രോപ്പ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സാധനം ജോയിൻ അടിക്കുക. അടിയിൽ സ്റ്റാർട്ട് കൊടുക്കുക, സ്റ്റാർട്ട് നൗ കൊടുക്കുക, ഓക്കെ കൊടുക്കുക, സ്റ്റാർട്ട് നൗ. കണക്റ്റ് വാലറ്റ് കൊടുക്കുക, ബിനാൻസ് Web3 സെലക്ട് ചെയ്യുക, സ്റ്റേക്ക് കൊടുക്കുക. ഇവിടെ ഈ അവൈലബിൾ ടോക്കണിൻ്റെ അവിടെ 0.011 കൊടുക്കുക. ഒരു 113 കൊടുക്കുക. അവിടെ അടിയിൽ ടോട്ടൽ റിസീവറിന് 0.011 പറഞ്ഞിട്ടുണ്ടാവും. സ്റ്റേക്ക് കൊടുക്കുക. കൺഫേം കൊടുക്കുക. ഡെപ്പോസിറ്റ് ഇടുന്നുണ്ടാവും. ഓക്കെ അടിക്കുക. പിന്നെ ഇവിടെ ഒന്നും ചെയ്യാനുള്ള, ക്ലോസ് ചെയ്യുക, ഓക്കെ കൊടുക്കുക, ബാക്കടിച്ച് ഈ വെരിഫൈ എന്നുള്ളടത്ത് വെരിഫൈ കൊടുക്കുക. ഒരു കുറച്ച് ടൈം കഴിഞ്ഞിട്ടൊന്ന് കൊടുത്താൽ മതി. ടാസ്ക് കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, ക്ലോസ് അടിക്കുക. അത്രയേ ഉള്ളൂ മെഗാ ഡ്രോപ്പ് ചെയ്യാൻ. ഇവിടെ നമ്മളെ BNB സ്ലിസ് BNB അറിഞ്ഞിട്ട് അതിലേക്ക് മാറിയിട്ടുണ്ടാവും. ഇവിടെ കാണിക്കും ടോക്കണൊക്കെ. ഫീ ആയിട്ട് അങ്ങനെയൊന്നും പോകില്ല. ചിലപ്പോൾ ഒരു $1 ഫീ പോകാൻ മതി, വേറെ കാര്യമായിട്ടൊന്നും പോയില്ല. പിന്നെ നമ്മൾ ZKRലിൻ്റെ അത് കിട്ടി നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ
ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സാധനം കാണിക്കും. പെൻഡിങ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് 20 ടോക്കൺ ടോട്ടൽ. ഓക്കെ.